Hallelujah. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി നൽകിയല്ലോ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം താങ്ങായി തണലായി കൂടിയിരുന്ന അത്ഭുതകരമായി അതിശയകരമായി നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ കരങ്ങളെ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്താൽ, അതിരങ്ങളെ തുറന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ, നാത്തോട് നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവം നാളിതുവരെ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ എല്ലാ അതിരങ്ങളും അല്പസമയം തുറന്ന് ഹല്ലേലൂയ നന്ദിയോടെ പകലിന്റെ മണിക്കൂറുകളിൽ അവിടെ ഇവിടങ്ങളിലായിരുന്ന നമ്മെ ഓരോരുത്തരെയും കാലുകാലിൽ തട്ടാതെ കണ്ണിനെ കണ്ണീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന്റെ ആ പരിപാലനം അനുഭവിച്ചവർ, കരുതൽ അനുഭവിച്ചവർ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ദൈവം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണല്ലോ. മനസ്സ് തകർന്നവരെ അവിടുന്ന് രക്ഷിക്കുന്ന ദൈവമാണല്ലോ. ഇന്ന് രാത്രി ഹല്ലേലൂയ കണ്ണുനീരോടെ ആർപ്പോടെ വിതയ്ക്കുന്നവൻ, ഹല്ലേലൂയ അത് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്തെടുക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവർത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ കണ്ണുകളടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. പിതാവേ, അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കുന്നതിനായി സ്തോത്രം. പകലിന്റെ മണിക്കൂറുകളിൽ അവിടെ ഇവിടങ്ങളിലായിരുന്ന അങ്ങയുടെ മക്കൾ അങ്ങ് സൂക്ഷിച്ചു. ഈ സൺഡേ ഈ രാത്രിയിൽ അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാ. കർത്താവേ, ഈ സമയം ഞങ്ങളോടൊപ്പം ഈ ലൈവിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് അങ്ങ് ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് വെളിപ്പെടുത്തുമാറാകണമേ. ചില രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മനംതിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഉതകുന്ന ജീവന്റെ ഉൾനട്ട വചനം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായി വെളിപ്പെടുവാൻ തക്കോണമിടയാകട്ടെ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനത്തിന്റെ ശ്രോതാക്കളായി ഇന്ന് രാത്രിയിലും വരും ദിവസങ്ങളിലും ഈ വീഡിയോ കാണുന്ന, വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവരും സ്വർഗ്ഗം അവിടുന്ന് അനുഗ്രഹിച്ചാൽ മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പാടുവാൻ കൃപ നൽകണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ അറിയാവുന്ന പാട്ട് ചേർന്ന് പാടി നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. യേശുവേ വന്നു വാഴണമേ.
ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപമൃതമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവനെല്ലാം പൊരുതും മഷിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപമൃതമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവനെല്ലാം പൊരുതും മഷിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി നാളല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി നാളല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി നാളല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി നാളല്ല എന്നിൽ നീയല്ലോ. Praise the Lord. Hallelujah. ഇന്ന് രാത്രിയിൽ ആമേൻ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ ഭയം മാറത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ ഹല്ലേലൂയ. എത്ര സന്തോഷമാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, നിരാശകൾ, ആകുലതകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കും. ഇന്ന് രാത്രിയിലും ആമേൻ പ്രത്യാശയുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചുള്ളൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ആമേൻ. ഇന്ന് രാത്രിയിൽ ഈ ലൈവിൽ ആയിരിക്കുന്ന വിശേഷ വരും ദിവസങ്ങളിൽ ആ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിൽ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാത്രിയിൽ ആമേൻ വചന ചിന്തയ്ക്ക് ആധാരമായി ആമേൻ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന വേദഭാഗം ആമേൻ വായിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ആമേൻ. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്, നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാ. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം ആമേൻ അതിന്റെ 3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളാണ്. അതിന്റെ 5-ാമത്തെ വാക്യം ആമേൻ ഒന്ന് വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വേദഭാഗമാണ്. അതിന്റെ 5-ാം വാക്യം. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ആമേൻ. പ്രത്യാശയ്ക്ക് എന്ത് ചെയ്യുന്നില്ല? ഭംഗം വരുന്നില്ല. ഹല്ലേലൂയ. പിന്നെ എന്തിനാണ് ഭംഗം വരുന്നത്? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ആമേൻ എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാലാണ്. അത് എവിടെയാണ് പകർന്നിരിക്കുന്നത്? നമ്മുടെ ഹൃദയങ്ങളിലാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പണിത വീടിനകത്ത് ആമേൻ ലഭിക്കുന്ന ഒന്നല്ല. ഹല്ലേലൂയ. നമ്മൾ ആമേൻ വാങ്ങിക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ ഒതുക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ആമേൻ. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിനെ 2 കാലിൽ നിവർന്നു നിൽക്കുന്ന വിവേകമുള്ള മനുഷ്യന്റെ ഹൃദയത്തിലാണ് പകരുന്നത്. ഹല്ലേലൂയ. അതെ, ഇന്ന് രാത്രി ആമേൻ നീതീകരിക്കുവാൻ ശക്തനായ ദൈവത്തെ കുറിച്ച് വളരെ ശക്തമായ നിലയിൽ റോമിലായിരിക്കുന്ന ദൈവസഭയിലെ അംഗങ്ങളോട് ആമേൻ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ആമേൻ ആത്മാവിൽ നിയോഗം പ്രാപിച്ച് എഴുതി ഓർപ്പിക്കുന്ന ആമേൻ അതെ തിരുവചനമാണ് റോമാലേഖനത്തിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ആമേൻ പരിശുദ്ധാത്മാവ് നൽകിയത്. ഹല്ലേലൂയ. അതിന്റെ 5-ാം അധ്യായം ആമേൻ 3-ാം വാക്യം, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ആമേൻ. കഷ്ടങ്ങളിൽ പ്രശംസിക്കുവാൻ കഴിയുന്നവർ ആരാണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ആമേൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവസഭയുടെ അംഗമായിരിക്കുന്നവർക്ക്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഒരു ചോദ്യത്തോടു കൂടെ ദൈവവചന ശുശ്രൂഷ
ശുശ്രൂഷ ആമേൻ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് നിങ്ങളുടെ സന്തോഷകരമായ മാനസിക അവസ്ഥയെ ബാധിച്ചിട്ടുണ്ടോ? ആമേൻ. ഇത് നിങ്ങളുടെ സന്തോഷകരമായ മാനസിക അവസ്ഥയെ ബാധിച്ചിട്ടുണ്ടോ? എന്താണിത്? ഈ ഒരു ചോദ്യത്തോടു കൂടെയാണ് ഇന്ന് രാത്രി ദൈവവചന ശുശ്രൂഷ മുമ്പോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ. എന്ത് ആണ് ആമേൻ നിങ്ങളുടെ സന്തോഷകരമായ മാനസിക അവസ്ഥയെ ബാധിച്ചിരിക്കുന്നത്? കഷ്ടതയാണോ? പട്ടിണിയാണോ? പൈതാഹമാണോ? ഞെരുക്കമാണോ? എന്താണ് ഇന്ന് രാത്രി നിന്റെ സന്തോഷകരമായ ആമേൻ ക്രിസ്തീയ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. സന്തോഷകരമായ ആമേൻ ജീവിതത്തെ ഇല്ലാതാക്കുക ഞെരുക്കങ്ങൾക്കോ ഭാരങ്ങൾക്കോ വേദനകൾക്കോ കഷ്ടതകൾക്കോ ആമേൻ കഴിയത്തില്ല എന്ന് സത്യവേദ പുസ്തകം വളരെ ശക്തമായും വ്യക്തമായും ആമേൻ നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ജഡത്തിന്റെ ചിന്ത മരണമാണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇന്ന് രാത്രി ആമേൻ ഉയരത്തിലെ ചിന്തകളാണ്, ആത്മാവിന്റെ ചിന്തകളാണ് ആമേൻ എന്നെയും നിങ്ങളെയും നയിപ്പാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ജഡത്തിന്റെ ചിന്ത മരണം. ആമേൻ. ജഡീകമായ ചിന്ത നിന്റെ അകത്ത് ഉയർന്നോറും നിനക്ക് പ്രത്യാശയോടെ ജീവിക്കുവാൻ കഴിയത്തില്ല. നിനക്ക് പ്രത്യാശയോടെ ജീവിക്കുവാൻ ഉതകുന്ന ഉയരത്തിലെ വചനം ഇന്ന് രാത്രി ശ്രോതാവേ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്ന ആമേൻ കഷ്ടതയാകട്ടെ, വേദനയാകട്ടെ, നിരാശയാകട്ടെ, ആകുലതയാകട്ടെ, അതിനെ അതിജീവിക്കുവാൻ ഉയരത്തിൽ അഭിഷേകത്താൽ വചനം കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നിറപ്പാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. ആമേൻ. എന്താണ് ഉയരത്തിലെ ചിന്ത? അത് ആത്മാവിന്റെ ചിന്തയാണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ ചിന്തയെ കുറിച്ച് സത്യവേദ പുസ്തകം പറയുന്നത് അത് ജീവനാണ്, സമാധാനമാണ്. ഇന്ന് രാത്രി ചിന്തിക്കുവാൻ പോകുന്ന വചനം ജീവനായി വെളിപ്പെടുവാൻ പോകുകയാണ്. അത് സമാധാനമായി വെളിപ്പെടുവാൻ പോകുകയാണ്. ഈ ലോകം നൽകാത്ത സമാധാനം സ്നേഹിത ജോലി മേഖലയിൽ ഇന്ന് നീ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് നിന്ന് ജഡീകമായി നീ ചിന്തിച്ചാൽ, ജഡീകമായി നീ ആലോചിച്ചാൽ നിനക്ക് ഉത്തരം കിട്ടത്തില്ല. അവൻ തകർന്നു പോകുവാനിടയാകും. നിന്റെ ബുദ്ധി കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ പണം കൊണ്ടോ നിനക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത ഒന്ന് ഇന്ന് രാത്രി നേടിയെടുക്കുവാൻ കഴിയുന്നത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാൻ ദൈവം അയച്ച ആത്മാവിനാൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനമുണ്ട്. നിന്നെ നിറയ്ക്കുവാൻ ശക്തനായവന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും അനുഭവിക്കുവാൻ കഴിയുന്നത് ഓ കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്താത്ത ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്ത മരണം. ഹല്ലേലൂയ. ജഡീക ബന്ധങ്ങളിലൂടെ ജഡീകമായ ആഗ്രഹങ്ങളിലൂടെ ആമേൻ സഞ്ചരിക്കുന്നവർക്ക് ആമേൻ അതെ മരണം അഭിമുഖീകരിക്കേണ്ടതായി വരും. കാരണം ആമേൻ ജഡത്തിന്റെ ചിന്ത മരണമെന്ന് സത്യവേദ പുസ്തകം പറയുന്നു. എന്നാൽ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും നൽകുന്നു. ഹല്ലേലൂയ. അതിന് യാതൊരു മാറ്റവുമില്ല. ആമേൻ. അതെ ഉയരത്തിലെ ചിന്ത ഒരു മനുഷ്യനെ ഉയരത്തിലെ രാജ്യത്തിലേക്ക് എത്തിക്കുകയാണ്. സത്യവേദ പുസ്തകം പറയുന്നു ദൈവരാജ്യം. ആമേൻ. ദൈവരാജ്യത്തെ കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നത് അത് ഭക്ഷണമല്ല, അത് പാനീയമല്ല, പിന്നെയോ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ആമേൻ. രണ്ട് കാര്യം നിവർന്ന് നിൽക്കത്തക്ക വിധത്തിൽ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് വിവേകത്തോടാക്കി വെച്ച മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവജനമേ ഇന്ന് രാത്രി ജീവനായി സമാധാനമായി അത് വർദ്ധിച്ചു വരുവാൻ ഉതകുന്ന ജീവന്റെ വചനം അത് നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിലെ ആത്മാവിനാൽ നിന്നെ നിറയ്ക്കുവാൻ നിന്നെ ബലപ്പെടുത്തുവാൻ അത് ദൈവം ശക്തനാണ്. ആർക്കാ ബലപ്പെടുവാൻ കഴിയുന്നത്? ആർക്കാ ശക്തിപ്പെടുവാൻ കഴിയുന്നത്? യഹോവയെ കാത്തിരിക്കുന്നവർക്ക്. യൗവനക്കാർ ഇടറി വീഴും, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരും. അത് പ്രശ്നത്തിന്റെ മീതെ, പ്രതികൂലത്തിന്റെ മീതെ, കഷ്ടതയുടെ മീതെ നീ തകർന്നു പോകുവാൻ അനുവദിക്കാതെ അതിനകത്ത് നിന്ന് ഉയർന്നു വരുവാൻ ഉതകത്തക്ക വിധത്തിൽ അത് നിന്നെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രിയിലും അവയെ ചോദിക്കുന്നവർക്ക് അളവ് കൂടാതെ നൽകി തരുവാൻ ശക്തരായ വചനം പറയുന്നു. ഇത് അന്ത്യകാലം. അതെ കർത്താവ്
തന്റെ ആത്മാവിനെ വിശ്വസിക്കുന്നവരുടെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്നവന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ഇന്ന് രാത്രി ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. അതേ ആത്മീയന്റെ ചിന്ത ജീവനും സമാധാനവും നൽകുന്നു. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത നിനക്ക്, സന്തോഷമില്ലാത്ത നിനക്ക്, ആമേൻ, സമാധാനം നൽകുവാൻ അതേ ശക്തനായ ദൈവത്തിന്റെ ഉൾനട്ട ജീവന്റെ വചനം ഈ മീഡിയയിലൂടെ പ്രഘോഷിക്കുവാൻ എന്നെ പ്രാപ്തനാക്കി നിർത്തിയിരിക്കുന്ന കർത്താവിന്റെ സകല മഹത്വവും മാനവും പുകഴ്ച അർപ്പിച്ചുകൊണ്ട് തുടരട്ടെ. എന്നാൽ സഹോദരന്മാരെ, യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുന്നതിന് യെരൂശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം, ഹല്ലേലൂയ, ആമേൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, ഹല്ലേലൂയ. നോക്കണമേ, യഹൂദയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന്, ഹല്ലേലൂയ, യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരുണ്ടാവേ രാപാത്തിരുന്നൊരു പാലകൻ ദേവനാദം കേട്ടു ആമോദനായി. ഡിസംബർ മാസം ആമേൻ പിറക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞാൽ ഡിസംബർ 1, ഡിസംബർ 25-ാം തീയതി ആമേൻ അനേകര് ആഘോഷമായി എന്ത് ചെയ്യണം, വിശേഷമായി ആമേൻ കാണുകയാണ്. എന്നാൽ ക്രിസ്തു ഒരുവന്റെ ജീവിതത്തിൽ എപ്പോൾ ജനിക്കുന്നുവോ അന്ന് ആമേൻ അവൻ ആഘോഷം തുടങ്ങുകയാണ്. ആമേൻ. ക്രിസ്തു ആമേൻ ജീവിതത്തിൽ എന്ന് ജനിക്കുന്നുവോ അന്ന് അവൻ ക്രിസ്തു ആമേൻ ജനിച്ച ആഘോഷം ആഘോഷിച്ചു തുടങ്ങുകയാണ്. അവൻ നീതിമാനാകുകയാണ്. നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷങ്ങളുണ്ട്. അത് ആണ്ടിൽ ഒരിക്കൽ അല്ല, അത് ആഴ്ചയിൽ ഒരിക്കൽ അല്ല, അത് രാവിലെ വൈകിട്ടുമല്ല, എല്ലായ്പ്പോഴും അത് അനുഭവിക്കുവാൻ കൃപ ലഭിച്ച ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആരാണവർ? ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം നൽകി. ആ അധികാര പരിധിയിൽ ആ സ്വർഗത്തിലെ പൗരത്വം നേടി നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന കൂട്ടർ എവിടെയുണ്ടോ അവരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷങ്ങളുണ്ട്. ഹല്ലേലൂയ. അവരാണ് ആമേൻ ഹല്ലേലൂയ പ്രത്യാശയ്ക്കും ഭംഗം വരാതെ ആമേൻ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ അത് പ്രാപിച്ച് സന്തോഷിക്കുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് പ്രസിദ്ധമായി തീരേണ്ടതിന് ഇങ്ങനെ ഞാൻ ദൈവ ഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുക, ആമേൻ, യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ആമേൻ അവരുടെ അവിശ്വാസം നിമിത്തം എന്നെ തകർക്കുവാൻ ആമേൻ അവർ അവസരം നോക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആമേൻ എന്നോടുകൂടെ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ പോരാടണം. നോക്കണമേ, യേശു കർത്താവ് ജനിച്ച യഹൂദിയിൽ, ഹല്ലേലൂയ, യഹൂദനായി പിറന്നവനെ അംഗീകരിക്കാത്ത കൂട്ടവരുടെ നടുവിൽ അരുമനാഥനെ പ്രസംഗിക്കുവാൻ സമർപ്പിക്കപ്പെട്ട പൗലോസിനെ ആമേൻ ഭീഷണിപ്പെടുത്തുന്ന തകർത്ത് കളയുന്ന യഹൂദ ജനത്തിന്റെ മധ്യത്തിൽ അത് നിൽക്കുവാൻ എന്നോടുകൂടെ പ്രാർത്ഥനയിൽ പോരാടണം. ഇന്ന് രാത്രി വിശ്വസിച്ച ദൈവമക്കളെ, പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലോ, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മ സേനകളോടുമാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ പോരാടുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ആത്മാവിന്റെ സ്നേഹത്തെയും ഓർപ്പിച്ച് ഞാൻ ഈ രാത്രി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ആമേൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ആമേൻ ഭീഷണിപ്പെടുത്തി തകർത്ത് കളയുവാൻ പ്രബലപ്പെട്ട പ്രതിയോഗിയായ യഹൂദന്മാരെ സാത്താൻ കരങ്ങളിലെടുത്ത് ആമേൻ ശക്തിയുക്തം എഴുന്നേൽപ്പിക്കുമ്പോൾ ആമേൻ അവൻ പണത്തെക്കാൾ ഉപരി പ്രാർത്ഥന
സപ്പോർട്ട് ആവശ്യപ്പെടുകയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പണം എത്ര കിട്ടിയാലും നിന്റെ പ്രശ്നം തീരത്തില്ല. നിന്റെ ശരീരത്തിന് എത്ര ആരോഗ്യമുണ്ടായി നീ സമ്പാദിച്ച് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുവാൻ നോക്കിയാലും നിന്റെ ഹൃദയത്തിനകത്ത് സമാധാനം ലഭിക്കത്തില്ല. കാരണം സമാധാനം നൽകുവാൻ ഉയരത്തിലെ ചിന്തകൾക്കേ കഴിയത്തുള്ളൂ. ഉയരത്തിലെ ചിന്തകളാൽ അത് അനുഭവിക്കുവാൻ കഴിയുന്ന അതെ സമാധാനം നിന്റെ ഹൃദയത്തിനകത്ത് അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ ഉയരത്തിൽ നിന്നും അത് പകരപ്പെടുന്ന ആത്മാവിനെ നീ പ്രാപിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതെ ക്രിസ്തുവിൽ ഹല്ലേലൂയ വിശ്വസിക്കുന്ന അതെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതെ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നിങ്ങളുടെ അകത്ത് അതെ വന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ആ സമാധാനവും ആ സന്തോഷവും അത് അനുഭവിക്കുവാനും അത് നിലനിർത്തുവാനും കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നവരും പരസ്പരം ബഹുമാനിക്കുന്നവരുമായിരിക്കണം. ഹല്ലേലൂയ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് സത്യവേദ പുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. ഒരുവന്റെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ മാത്രമേ ആ ആത്മാവിന്റെ ഫലം പുറപ്പെടുകയുള്ളൂ. എന്താണ് ആത്മാവിന്റെ ഫലം? സ്നേഹം. നിന്റെ വീട്ടിനകത്ത് സ്നേഹമുണ്ടോ? നിന്റെ വീട്ടിനകത്ത് സന്തോഷമുണ്ടോ? നിന്റെ വീട്ടിനകത്ത് സമാധാനമുണ്ടോ? നിനക്ക് ദീർഘക്ഷമയുണ്ടോ? നിനക്ക് ദയയുണ്ടോ? പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഹല്ലേലൂയ. ഇതൊക്കെ ആത്മാവിന്റെ ഫലമാ. ആത്മാവിൽ കൈയടിച്ച് മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയയിൽ പ്രസംഗിക്കുന്നവരും ആതുര സേവന രംഗത്ത് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നവരുമുണ്ട്. എന്നാൽ ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതിയത് ഇങ്ങനെയാണ്: ആത്മാവിന്റെ ഫലം സ്നേഹമാണ്. സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇളയ മകൻ ജ്യേഷ്ഠന്മാർക്ക് ആഹാരം പുതിയുമായി വരുമ്പോൾ കുഞ്ഞനുജനെ സ്നേഹിക്കേണ്ട ജ്യേഷ്ഠന്മാർ ക്രൂരതയല്ലേ കാണിയത്? അപ്പന്റെ നിർദ്ദേശപ്രകാരം ആഹാരം പുതിയുമായി വരുന്നവനെ ദൂരമേ കണ്ടപ്പോൾ അവനെ തകർത്ത് കളയണമെന്നുള്ള ചിന്ത സ്വന്തം സഹോദരന്മാരുടെ അകത്ത് കയറി ഒരു അനുവും കാണിക്കാതെ, ഒരു അലിവും കാണിക്കാതെ അതെ അപ്പന്റെ മുമ്പിൽ കള്ളക്കഥ ചമച്ചുണ്ടാക്കി. ഇന്ന് രാത്രിയിലും നിന്നെ തകർക്കുവാൻ പലരും കള്ളക്കഥ ചമച്ചുണ്ടാക്കുമ്പോൾ യഹോവ നിന്റെ കൂടെയുണ്ടെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം യഥാർത്ഥമാകും. ഹല്ലേലൂയ. ആര് നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, ആര് നിന്നെ തകർക്കാൻ നോക്കിയാലും തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിച്ച് മാനിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരവടിച്ച് കർത്താവിന്റെ മഹത്വത്തോടെ ഉണ്ടാകാം. ഹല്ലേലൂയ. വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാൻ ഇന്ന് രാത്രി വിശുദ്ധന്മാരിൽ നിന്ന് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. എന്താണ് വിശുദ്ധന്മാരിൽ നിന്ന് ഗ്രഹിക്കേണ്ടത്? ദൈവ സ്നേഹത്തിന്റെ വീതി, ദൈവ സ്നേഹത്തിന്റെ നീളം, ദൈവ സ്നേഹത്തിന്റെ ഉയരം, ദൈവ സ്നേഹത്തിന്റെ ആഴം. ഹല്ലേലൂയ. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും, ഹല്ലേലൂയ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ പ്രാർത്ഥന എന്താ? എബേസിനെ പോലെ എന്റെ അതിരൊന്ന് വിസ്താരമാകണമെന്നാണോ? ഉയരത്തിലെ ചിന്തകളാ ഇന്ന് രാത്രി എത്ര പേർ നിറയപ്പെടുന്നു? ഹല്ലേലൂയ. കർത്താവ് ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോ ഇവിടെ നിന്ന് എടുക്കപ്പെടണമെങ്കിൽ ഉയരത്തിലെ ചിന്തകളാൽ നിറയപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ നിന്ന് എടുക്കപ്പെടണമെങ്കിൽ ഹല്ലേലൂയ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. കൈപ്പായിരിക്കരുത്, വിദ്വേഷവും പകയും വെച്ചുകൊണ്ടിരിക്കരുത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാരികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. അവര് ഈ ലോകത്തിലെ ചിന്തകൾ കൊണ്ട് നടക്കുന്നവരാ. സ്നേഹിത, ഈ ലോകത്തിലായിരുന്ന നിന്നെ, അന്ധകാരത്തിൽ കിടന്ന നിന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന്റെ അവകാശിയായി വിളിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവരാജ്യത്തിന്റെ പ്രാസംഗികരായി വേർതിരിക്കപ്പെട്ട അഭിഷക്തന്മാരെ കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കി
പറ്റിക്കൊണ്ട് ഭക്തി ആകാശത്തിൽ വരുമ്പോ ഇവിടെ നിന്ന് ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹിച്ച് ആമേൻ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളിൽ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവ സഭയുടെ സഭയെ ഇവിടെ നിന്ന് എടുക്കുവാൻ മണവാളനായി ആമേൻ മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ നീ എടുക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നിറയണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. ഓ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യം. ക്ഷമ. എങ്ങനെയുള്ള ക്ഷമ? ദീർഘക്ഷമ. ഹല്ലേലൂയ. ഇന്നലെ ആമേൻ ഒരു അങ്കിളുമായി സംസാരിച്ചപ്പോൾ തന്റെ ജോലിയുടെ മേഖലയിലുള്ള പൊസിഷൻ നോക്കിയാൽ തനിക്കൊരിക്കലും ചെയ്യേണ്ടാത്ത ഒരു ജോലി താൻ ചെയ്യേണ്ടതായിട്ട് വന്നു. ഹല്ലേലൂയ. ആമേൻ താൻ ആ ജോലിയിൽ വ്യാപൃതനായി ആമേൻ ചില മണിക്കൂറുകൾ ആമേൻ ക്ഷമയോടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ ഇങ്ങനെ പറഞ്ഞു, ആമേൻ എനിക്ക് അറപ്പില്ല, ഉളുപ്പില്ല. ആമേൻ കാരണം എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശ് എടുത്ത് ആമേൻ ഗോൽഗോത്ത മലമുകൾ വരെ കയറി. എന്തിനു വേണ്ടിയാ? പാപികളെ രക്ഷിപ്പാൻ. ഹല്ലേലൂയ. ആ പാപികളിൽ ഒന്നാവാനാ ഞാൻ ഇന്ന് രാത്രി നിന്നെ നിത്യതയ്ക്ക് അവകാശിയാക്കി മാറ്റുവാൻ ആ കാൽവരിയുടെ ആ കൊലക്കളത്തിലേക്ക് വീണ് എഴുന്നേറ്റ് ആ പച്ച പൈമര പാരമ്പര്യ കുരിശുമെടുത്ത് നടന്നിരുന്നോ കാട്ടവാളുകൾ കൊണ്ട് അവന്റെ പുറം അടിച്ച് തകർത്തു. കാലിനുവാനുകൾ അവന്റെ അതേ കൈകളിൽ അവൻ കാലുകളിൽ അടിച്ചു കയറ്റി അവന്റെ തലയിൽ മുൾകിരീടം വെച്ചു. അവൻ ഒരിക്കലും പറഞ്ഞില്ല, അയ്യോ എന്നെ കൊണ്ട് ഒക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ആഴമേറിയ സമർപ്പണത്തിൽ ഹല്ലേലൂയ ആമേൻ ക്രൂശിലെ മരണത്തോളം താഴ്ത്തി സമർപ്പണമുള്ളവനായി അനുസരണമുള്ളവനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോ ആമേൻ സകല ആമേൻ മുഴങ്കാലുകളും മടങ്ങത്തക്ക വിധത്തിൽ പിതാവായ ദൈവം തന്റെ പുത്രനെ ഉയർത്തി. ആമേൻ യോസേഫ് വീട്ടിലെ ഇളയ മകന കണ്ണിലുണ്ണിയ, എന്നാൽ സഹോദരങ്ങൾക്ക് കണ്ണിച്ചോരയില്ലാതെ ആമേൻ ഘോരമൃഗം കടിച്ചു കൊന്ന് തകർത്തു എന്ന് കള്ളക്കഥ ചമച്ചുണ്ടാക്കി അപ്പന്റെ മുമ്പിൽ അവതരിപ്പിച്ച സഹോദരങ്ങൾക്ക് കണ്ണിച്ചോരയില്ലെന്ന് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കണ്ണിച്ചോരയില്ലാത്ത സഹോദര വർഗങ്ങൾ ചുറ്റുപാടുമുള്ളപ്പോ നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എങ്ങനെ കണ്ണിച്ചോരയുള്ളവരുണ്ടാകും? ആമേൻ നിന്റെ നാട്ടിലുണ്ടാകും. സ്വന്തം അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന തലമുറകൾക്ക് കണ്ണിച്ചോരയില്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് എങ്ങനെയുണ്ടാകും? എന്നാൽ കരുണാമയനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നിനക്ക് വേണ്ടി രക്തം ചെല്ല് അവൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയ സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്ത ജഡത്തിൻ്റെതാകരുത്, ഉയരത്തിലേതാകണം. ജഡത്തിന്റെ ചിന്ത മരണമാണെന്നേ. ആമേൻ കുറെ കൂടെ വെട്ടിപ്പിടിക്കണം, കുറെ കൂടെ ജഡത്തിന് ആമേൻ ഭംഗി വെപ്പിക്കണം, അടിപൊളി ഡ്രസ് ഇടണം. ആമേൻ പിന്നെ ഈ ജഡത്തിന് വിശ്രമിക്കാൻ മനോഹരമായ വീട് വേണം, ഈ ജഡത്തിന് സഞ്ചരിക്കാൻ മനോഹരമായ വാഹനം വേണം. ഇതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, എന്നെ വെറുതെ വിട്ടേക്കണം. നാളെ അതേ കമന്റുമായി വന്നേക്കരുത്. നമുക്ക് ഈ ഭൂമിയിൽ നല്ല വീട് വേണം, നല്ല വാഹനം വേണം, നല്ല വസ്ത്രം വേണം. പക്ഷേ നിന്റെ ചിന്ത അതാകരുത്. നീതി രാജ്യവും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിനക്ക് ഇതൊക്കെ ലഭിക്കും. അവേ നിനക്ക് വീട്, നിനക്ക് വസ്ത്രം, നിനക്ക് ആഹാരം എല്ലാം നൽകുക ദൈവം വിശ്വസ്തന. അതുകൊണ്ട് തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് സൃഷ്ടിച്ച മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മനോഹരമായ ഏദനെ ദൈവം കൽപ്പിച്ചാക്കിയത്, മനോഹരമായ വസ്തുതകളെ അതേ പല കുറ്റമുള്ള ഏദൻ ദൈവം ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. സ്നേഹിത, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിനക്ക് വേണ്ടുന്നത് പിതാവായ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് അനുഭവിക്കുവാൻ കഴിയാതെ നിന്നെ ജഡത്തിന്റെ ചിന്തയിൽ നയിച്ച് ആമേൻ നിന്നെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടപിശാചിന്റെ കരവയലകത്ത് നിന്ന് നിനക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിന്റെ പഠിപ്പ് കൊണ്ട്, നിന്റെ ബുദ്ധി കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട്, നിന്റെ ജ്ഞാനം കൊണ്ട്, നിന്റെ കായിക ബലം കൊണ്ട് ഒക്കത്തില്ല. ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്ന അഭിഷേകത്താൽ മാത്രമാണ് യുഗം തകർക്കുമോ എന്ന് രാത്രി വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏക നാമം യേശു എന്ന നാമം. ആ നാമം ധരിച്ചവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ മറ്റൊരു കാര്യത്തിന് നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ അതെ ഞാൻ അയക്കും. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് സദാസമയം ബോധം വരുത്തി നടത്തുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിന്റെ ഫലം എന്താണ്? സ്നേഹഭാവം.
നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ശത്രുക്കളെ സ്നേഹിക്കുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിക്കുന്നവൻ മാത്രമായിരുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കേ. ആ കാൽവറിയിൽ ഉയർത്തിയ ആ കുരിശിൽ കടന്നുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം സ്നേഹം. ആ ആത്മാവിന് ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ, അങ്ങനെ സ്നേഹിക്കുവാൻ കഴിയത്തുള്ളൂ. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായിക. നോക്കണമേ, തലയിൽ മുൾക്കരിയിടം വെച്ചവരെ നോക്കി, ആ പുറം ഉഴവ് ചാല് പോലെ അടിച്ച് തകർത്തവരെ നോക്കി, ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോ കയ്പ് കാടി പോഞ്ഞിൽ മുക്കി കൊടുത്തവരെ നോക്കി, ബറോബാസിനെ വിട്ടുതരിക, യേശുവിനെ ക്രൂശിക്ക എന്ന് ആക്രോശിച്ചവരെ നോക്കി, ചാട്ടവാറുകൾ കൊണ്ട് പുറം അടിച്ച് തകർത്തവരെ നോക്കി, കൈകാലികൾ കാലിനുമാണികൾ അടിച്ച് കയറ്റിവരെ നോക്കി. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആത്മാവിന് ഫലം. ദീർഘക്ഷമ, ദയ. ക്ഷമയുണ്ടോ? 70 വട്ടം ക്ഷമിക്കുവാൻ പറഞ്ഞ അരുമനാഥൻ ക്ഷമിച്ചില്ലേ? എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഈ പ്രസംഗിക്കുന്ന എനിക്ക് ക്ഷമയുണ്ടോ എന്ന് എന്റെ കുടുംബത്തോട് ചോദിക്കാം. ഹല്ലേലൂയ. എന്നെ അടുത്തറിയുന്നവരോട് ചോദിക്കാം. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ ആ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർ കരമടിച്ച് കർത്താവിനാവശ്യപ്പെട്ടു. ഹല്ലേലൂയ. എന്നാൽ നാം ചോദിക്കുന്നതിനും നിലയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. സ്നേഹിത, നിന്റെ പ്രത്യാശ വർദ്ധിക്കത്തക്ക വിധത്തിൽ ഈ കഷ്ടതയുടെ നടുവിൽ, ഈ വേദനയുടെ നടുവിൽ, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ നീ തളർന്നു പോകാതെ കണ്ട് നിന്റെ ക്ഷമയെ പരീക്ഷിച്ചറിയുവാൻ, അതെ, നിന്നെ താഴ്ത്തുവാനും നിന്നെ ഉയർത്തുവാനും ആർക്ക് അധികാരമുണ്ട്? സിട്ടാവാൻ ദൈവത്തിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്നവന്റെ ആത്മാവിനെ പ്രാപിച്ചവർ സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകത്തക്ക വിധത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവം അവിടുത്തെ ആത്മാവിനാൽ അത് നിറയ്ക്കുവാൻ, അവിടുത്തെ കൃപയാൽ നിറയ്ക്കുവാൻ വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിനെ കഷ്ടതകളിൽ നാം ദൈവത്തെ മഹത്വപ്പെടും. ഹല്ലേലൂയ. അതെ, നാം വായിച്ച വാക്യം ഇങ്ങനല്ലേ? കഷ്ടത സഹിഷ്ണുത പുലർത്തുന്നുവെന്ന് അറിയുക. ഹല്ലേലൂയ. അതിന് വേണ്ടത് ക്ഷമയാ. ക്ഷമയുള്ളവർക്ക് അനുഭവം ഉണ്ടാകും. ആ അനുഭവം അവരെ പ്രത്യാശയിലേക്ക് എന്ത് ചെയ്യും? നയിക്കും. അവരൊരിക്കലും ലജ്ജിക്കുവാൻ ഇടയാതെ. കാരണം നമുക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവ സ്നേഹത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതേ, സന്തോഷത്തിന്റെ സ്ഥിരമായ അന്തരീക്ഷം നിലനിർത്തുന്നത് ദൈവരാജ്യത്തിന്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാകുന്നവർ മാത്രം ആമേൻ കമന്റിട്ട് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവ സ്നേഹത്താലാണ് ഇത് സാധ്യമാകുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു അതെ വെല്ലുവിളികളില്ലാതെ അതെ ഊഷ്മളമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ എപ്പോഴും വെല്ലുവിളികൾ നേരിട്ടതായി സത്യവേദപുസ്തകം
വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തിൽ അവൻ കടന്നുപോയെടുത്ത് പുച്ഛിച്ചവരുണ്ട്, മുഖത്ത് കാർക്കിച്ച് തുപ്പിയവരുണ്ട്, അവന്റെ രോമം പിഴുതെടുത്തവരുണ്ട്, അവനെ മോശമായ വാക്കുകൾ പറഞ്ഞ് ആമേൻ മിണ്ടാതാക്കാൻ നോക്കിയവരുണ്ട്. പക്ഷേ ആമേൻ അവൻ കർത്താവിൽ ശരണപ്പെട്ട് ഹല്ലേലൂയ ആത്മാവിന്റെ സ്നേഹം വെളിപ്പെടുത്തി ജീവിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. ആമേൻ. അതെ, ചോദ്യങ്ങൾ ആവർത്തിച്ച് ഉയർന്നു വന്നുകൊണ്ടിരുന്നു. പ്രിയ വിശ്വാസികളെ, ആമേൻ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ അതെ ദൈവവുമായുള്ള സമാധാനം ആമേൻ അതെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ പരിപൂർണതയിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുവാൻ ദൈവം ശക്തനാണ്. അതിനുവേണ്ടി നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അത് സമർപ്പിക്കുമ്പോൾ പിശാച് അടങ്ങിയിരിക്കത്തില്ല. അവൻ പ്രതിയോഗിയായി എഴുന്നേറ്റ് പ്രബലപ്പെട്ട് നിന്നെ അതെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്വർഗത്തിലുള്ള ആമേൻ അതെ ആ പ്രത്യാശ നശിപ്പിക്കുവാൻ ഹല്ലേലൂയ കഷ്ടപ്പാടുകൾക്കും ആമേൻ ദുരിതങ്ങൾക്കും ആമേൻ വഴിയൊരുക്കി ആമേൻ നിന്നിലുള്ള പ്രത്യാശ ഇല്ലാതാക്കുവാൻ, നിന്നിലുള്ള സമാധാനത്തെ കെടുത്തുവാൻ, നിന്നിലുള്ള ആനന്ദത്തെ, നിന്നിലുള്ള ആമേൻ ആഘോഷത്തെ ഇല്ലാതാക്കാൻ പിശാച് പ്രതിയോഗിയായി സദാസമയം എഴുന്നേറ്റ് നിന്നെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാൽ യഥാർത്ഥ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ യഥാർത്ഥം എന്ന് പറയുന്നത് ആമേൻ ദൈവവചന പ്രകാരം കെടാത്ത ബീജത്താൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: കഷ്ടത യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ പ്രതീക്ഷ എന്തിയാണ്? വർദ്ധിപ്പിക്കുകയാ. ഇന്ന് രാത്രി കഷ്ടപ്പെടുന്ന ദൈവ പൈതലെ, നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവി. ഞാൻ ലോകത്തെ ജയിച്ചവനാ. ആമേൻ. കഷ്ടപ്പെടുന്നവരുടെ കൂടെ അന്നും ഇന്നും അതേ തുണയായി നിൽക്കുന്നവൻ കർത്താവ് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കുക. കഷ്ടത യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയാ. പ്രത്യാശയില്ലാത്തവരെ പോലാകാതെ പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി മൗനമായിരിക്കരുത്. പ്രത്യാശ വർദ്ധിക്കുന്ന ജീവന്റെ വചനം നീ ഇരിക്കുന്ന ഭവനത്തിലിരുന്നു കൊണ്ട്, രാജ്യത്തിരുന്നു കൊണ്ട് ആ കഷ്ടതയ്ക്കകത്ത് ഹല്ലേലൂയ വലിച്ചെറിയപ്പെട്ട അബ്ദിച്ചുളയ്ക്കകത്ത് അത് എടുത്തെറിയപ്പെട്ട എബ്രയ ബാലന്മാർ ശദ്രക്ക് മേശക്ക് അബേദനോഗ് ആ കഷ്ടതയ്ക്കകത്ത് ആ തീച്ചുളയ്ക്കകത്ത് പ്രത്യാശയോടെ ആമേൻ വീഴുവാൻ സമർപ്പിച്ചപ്പോൾ അവർ എരിഞ്ഞു തീർന്നില്ലെന്ന്. എരുതിയിൽ വീണാലും ആ വീണല്ല, എരുതി വീണാലും ആ വീടല്ല, വീഴുന്നത് തീയിലല്ല, എന്റെ കരടില്ല. സ്നേഹിത, അന്ന് രാത്രി നീ കഷ്ടപ്പെടുന്നുണ്ടോ? നീ വേദനപ്പെടുന്നുണ്ടോ? നീ നിരാശപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. കഷ്ടപ്പാടുകളെ പ്രത്യാശയാക്കി മാറ്റുന്നതിനുള്ള ആമേൻ അതെ ക്രമേണ ആമേൻ ക്രമേണ ഹല്ലേലൂയ അതെ വിശ്വാസികൾ ആമേൻ അനുഭവത്തിലൂടെ ആമേൻ സന്തോഷത്തിലൂടെ ഉയർന്നു വരത്തക്ക വിധത്തിൽ ഹല്ലേലൂയ അതെ ദൈവവചനം പഠിക്കുകയും ഗ്രഹിക്കുകയോ വിശ്വാസ ജീവിതത്തിൽ ഇത് പടിപടിയായി ഉയർന്നു വരുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നീ കഷ്ടതയുടെ നടുവിലാണെങ്കിൽ അതേ നാശകരമായ കുഴിയിൽ കിടന്ന ഭക്തനെ കരം പിടിച്ചുയർത്തിയ ആ ദൈവം യോസേഫിനെ ആ പൊട്ടക്കണക്കിൽ നിന്ന് കരകയറ്റിയതുപോലെ ഹല്ലേലൂയ പൊട്ടക്കനച്ച് വീണതല്ല കേട്ടോ, ആമേൻ തള്ളിയിട്ടതാ. നിന്നെ തള്ളിയിട്ടവർ കാണുക നിന്നെ ഉയർത്തുവാൻ ദൈവം ശക്തനാ. ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട. ഹല്ലേലൂയ. കഷ്ടത രോഗിയുടെ സഹിഷ്ണുതയും ആമേൻ സ്ഥിരോത്സാഹത്തെയും എന്ത് ചെയ്യുന്നു? ഉളവാക്കുന്നു. ഹല്ലേലൂയ. കഷ്ടതകളും ആമേൻ അതെ വേദനകളും സഹിക്കുവാൻ ദൈവം അങ്ങനെയുള്ളവരെ പ്രാപ്തരാക്കുന്നുവെന്നും ഹല്ലേലൂയ അവർക്ക് കഷ്ടപ്പാടുകൾ നേരിടുമെന്നും ആമേൻ അതെ അവർ അവിശ്വാസത്തിലേക്ക് പോകാതെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാൻ ഉതകത്തക്ക വിധത്തിൽ
വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ വചനം ദൈവം കണ്ടിരിക്കുന്ന ഒരു ദൈവവൈദ്യന് വെളിപ്പെടുത്തി കൊടുത്ത് കഷ്ടതക്കകത്ത് നിന്ന് പുറത്തു വരത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കാണുന്നു. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ മാറ്റൊലി ആമേൻ ധ്വനി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദവുമില്ല. ആമേൻ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസ ജീവിതമാണ്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് പ്രസംഗിച്ച് ആമേൻ തീർക്കാനുള്ളതല്ല. ആമേൻ. അത് ജീവിച്ച് അത് കാണിക്കുവാനുള്ളതാ, അത് ജീവിച്ച് തീർക്കുവാനുള്ളതാ. ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. ഇന്നും അബ്രഹാം വിശ്വാസത്താൽ കാൽച്ചുവടുകൾ വെച്ചതുപോലെ വിശ്വാസ ചുവടുകൾ വെച്ച് ജീവിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ ആമേൻ എനിക്ക് എന്നെ എടുത്തു കാണിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഞാനും എന്റെ ഭാര്യയും മക്കളും താമസിക്കുന്ന വാടക വീട്ടിൽ ആമേൻ വാടക കൊടുത്ത് ആമേൻ ഈ ലോക്ക്ഡൌണിലും ആമേൻ അതേ കുടുംബത്തിന്റെ കാര്യങ്ങൾ മുടങ്ങാതെ ആമേൻ ജീവിക്കുവാൻ ഒള്ളി വിശ്വാസം, ഒള്ളി ഫെയ്ത്ത് ആമേൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ലജ്ജിപ്പാൻ ഇതുവരെ ദൈവം അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കൂ, പിന്മാറും എങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. ഇന്ന് രാത്രി വിശ്വാസ ജീവിതത്തിനകത്ത് കഷ്ടതയുണ്ടാകാം, നെടുവീർപ്പുണ്ടാകാം, വേദനയുണ്ടാകാം, ആമേൻ പൈതാകം ഉണ്ടാകാം, ഉറക്കളപ്പുണ്ടാകാം, ഭീഷണി ഉണ്ടാകാം, ആമേൻ ആക്ഷേപം ഉണ്ടാകാം, നിന്നയുണ്ടാകാം. എന്നാൽ അതിനകത്ത് നിന്ന് പിന്മാറാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കുവാൻ നീ തയ്യാറായാൽ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതമായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. ഇന്ന് രാത്രി ആ കൂട്ടത്തിലുള്ളവർ ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ. ഹല്ലേലൂയ. സംഭവിക്കുന്ന ഏറ്റവും മോശമായ കാര്യങ്ങളിലൂടെ ഹല്ലേലൂയ ദൈവം തങ്ങളോടൊപ്പമുണ്ടെന്ന് ആമേൻ മനസ്സിലാക്കുകയും ഹല്ലേലൂയ ദൈവം ആമേൻ ഏത് കഷ്ടതയ്ക്കകത്ത് നിന്നും, ഏത് തീച്ചൂളയ്ക്കകത്ത് നിന്നും, ഏത് പെരുവെള്ളത്തിനകത്ത് നിന്നും തകർന്നു പോകാതെ വിടുവിക്കുമെന്നും വിശ്വസിക്കുന്ന കൂട്ടരത്തിലെ ദൈവം മക്കൾ ഇന്ന് രാത്രി വിശ്വാസമുള്ളവർ വിശ്വാസം വർദ്ധിക്കത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുന്ന ദൈവശക്തി ചിലരുടെ ജീവിതത്തിൽ വിടുതലായി സംഭവിക്കും. ചില കുടുംബങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ, ചില തലമുറകളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. ഇല്ലാത്തവരെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ വികാരമുള്ള പോകത്തക്ക വിധത്തിൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പ്രതികൂലത്തിന്റെ കാറ്റുകൾ അഴിച്ചുവിട്ട് കഷ്ടതകളിലൂടെ, വേദനകളിലൂടെ, ഞെരുക്കങ്ങളിലൂടെ ജനത്തെ തകർത്ത് കളയുവാൻ പിന്തുടർന്ന ഫറവോന്റെ ശക്തിയെ തകർത്ത് ഇല്ലാതാക്കി ജനത്തെ മുമ്പോട്ട് നയിച്ച സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ഇന്ന് അപമാനിച്ചു കൊണ്ടിരിക്കുന്ന സകല പ്രതിസന്ധികളുടെ നടുവിലും നിൽപ്പാനുള്ള ഉയരത്തിലെ കൃപ ഇന്ന് രാത്രി അവിടുത്തെ നിറവിനാൽ നിറയ്ക്കുവാൻ ശക്തരായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നിറയപ്പെടുവാൻ ബലം പ്രാപിക്കുമെന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആരാ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഹല്ലേലൂയ. സ്നേഹിത, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട താങ്കൾ ഒരുപക്ഷെ കഷ്ടതയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. ഹല്ലേലൂയ. ആമേൻ. സങ്കടപ്പെട്ടായിരിക്കാം ഇന്ന് നീ ആയിരിക്കുന്നത്. ഉപദ്രവിക്കുന്നുണ്ടാകാം. ആമേൻ. പട്ടിണിയോ, നഗ്നതയോ, ആമേൻ, ആപത്തോ, ആമേൻ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ആമേൻ, എന്നെ അധികം സ്നേഹിക്കുന്ന, ഞാൻ അധികം
സ്നേഹിക്കുന്ന ഒരങ്കിള് പറഞ്ഞു, ആമേൻ, മറ്റുള്ളവരുടെ മുമ്പാകെ ഹല്ലേലൂയ ഞാൻ ആമേൻ ക്ഷീണിക്കുന്നില്ല, ഞാൻ തളരുന്നില്ല, ആമേൻ, എന്റെ പൊസിഷൻ ഇതല്ല, പക്ഷേ ഞാൻ ചെയ്യേണ്ടതായി വന്ന ഈ ഡ്യൂട്ടിയിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, തളരുന്നില്ല. ഹല്ലേലൂയ ആമേൻ. പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രി തിരുവെഴുത്തുകളെ അറിയാത്തത് കൊണ്ട്, ആമേൻ, ദൈവ ശക്തിയെ അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നവരുണ്ട്, ആമേൻ, പിന്മാറി പോകുന്നവരുണ്ട്. എന്നാൽ പിന്മാറാതെ ആമേൻ ക്രൂശെടുത്ത് അനുഗമിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന്റെ മഴത്തിൽ കൊടുത്താൽ ഹല്ലേലൂയ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ആമേൻ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ആദിജയമല്ല കേട്ടോ. ഇന്ന് രാത്രി കഷ്ടപ്പെടുന്ന താങ്കൾ, വേദനിക്കുന്ന താങ്കൾ, ആമേൻ, സഹോദര സഹോദരി, കൂടപ്പറപ്പേ, അഭിഷക്തരെ, കഷ്ടതയുണ്ടോ, പട്ടിണിയുണ്ടോ, പൈതാകമുണ്ടോ, ദാരിദ്ര്യമുണ്ടോ, ഞെരുക്കമുണ്ടോ, ഉപദ്രവമുണ്ടോ, നീ മാനിക്കപ്പെടുവാൻ പോകുക, പൂർണ്ണ ജയം പ്രാപിക്കുവാൻ പോകുക. ആമേൻ, ഒരു ശത്രുവിന് നിന്നെ തകർക്കുവാൻ കഴിയാത്ത വിധത്തിൽ നീ ശക്തരായി അത് ഉയരുവാൻ പോകുക. ഹല്ലേലൂയ ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 27-28 വാക്യങ്ങളിലൂടെ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവയെ അറിയുകയും അവയെ അനുഗമിക്കുകയും ചെയ്യുന്നു. ആരെ കുറിച്ചാ? കഷ്ടപ്പെടുന്ന ആടിനെ കുറിച്ചാ, വേദനിക്കുന്ന ആടിനെ കുറിച്ചാ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, വേദനിക്കുന്ന ദൈവവൈതലേ, കഷ്ടതയുള്ള ദൈവവൈതലേ, നിന്നെ അറിയുന്ന ഒരു നല്ല ഇടയൻ ഉലാവിക്കൊണ്ടിരിക്കുകയാ. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളിൽ നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പലിക്കുകയുമില്ല. ഈ കഷ്ടത നിന്റെ തകർച്ചയ്ക്കല്ല, ഈ വേദന നിന്റെ അവസാനമല്ല, ഈ ദുരിതം നിന്നെ കൊണ്ട് പോകുമെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇല്ല. നീ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ നീ നിത്യത വരെ എത്തുവോളം നിന്നെ ചുമക്കാമെന്ന് പറഞ്ഞവൻ ഇന്ന് രാത്രി അവൻ നല്ല ഇടയനായി കൂടെയുണ്ട്. കൂടെയുണ്ട്. ആമേൻ. കൂട്ടിനായി അവൻ എന്റെ കൂടെയുണ്ട്. പാടാൻ പോലും ശക്തിയില്ല. ഹല്ലേലൂയ. കൂടെയുണ്ട് യേശുയൻ കൂടെയുണ്ട്, കൂട്ടിനായി അവൻ എന്റെ കൂടെയുണ്ട്, ഉയിരിൽ താഴ്വരെ കൂടെയുണ്ട്. ആമേൻ. ഏത് കൂരിരുണ്ട് താഴ്വരയിലൂടെയും ആമേൻ കൂടെ ഇരുന്ന് ആമേൻ വഴി നടത്തുന്ന നല്ല നാഥൻ ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. തകർന്നു പോകുവാൻ അനുവദിക്കുന്നവനല്ല. ഹല്ലേലൂയ. നശിച്ചു പോകുവാൻ അനുവദിക്കുന്നവനല്ല. ഹല്ലേലൂയ. ആമേൻ. ആര് കൈവിട്ടാലും കൈവിടാത്ത ഒരു നല്ല നാഥൻ ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആരും ആമേൻ പിടിച്ച് പറിക്കുവാൻ അനുവദിക്കാതെ നമ്മെ സംരക്ഷിക്കുന്ന നല്ല നാഥന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ ആമേൻ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും എന്ത് ചെയ്യുന്നു? ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതും ആമേൻ വിലയേറിയതും എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. ഹല്ലേലൂയ. അതുകൊണ്ട് തീര ഉത്സാഹം ആമേൻ അതെ എന്ത് ചെയ്യുന്നു? നമുക്ക് പ്രത്യാശ ഉളവാകും. ഹല്ലേലൂയ. അതെ പരീക്ഷണങ്ങൾ, കഷ്ടപ്പാടുകൾ ആമേൻ അതെ നമ്മുടെ ജീവിതത്തിൽ സഹിക്കുവാൻ ഹല്ലേലൂയ ആമേൻ വിശ്വാസികളെ മികച്ചവരാക്കുകയും ആമേൻ ശക്തരായ ആളുകളായി ഭാവിയിൽ ആമേൻ നേരിടുവാൻ ആമേൻ അതെ അഭിമുഖീകരിക്കുന്ന കഷ്ടതകളെ അതിജീവിക്കുവാൻ കൂടുതൽ ശക്തരായി പ്രാപ്തിയുള്ളവരായി ഉയർന്നു വരത്തക്ക വിധത്തിൽ ആമേൻ ഒരു ഭക്തനെ ശക്തീകരിക്കുന്ന ദൈവം തന്റെ വചനം ഇന്ന് രാത്രി കേൾപ്പിക്കുന്നത് സ്നേഹിത നീ ശക്തനായി പ്രത്യാശയുള്ളവനായി ജീവിക്കുവാൻ കൊണ്ട് ഇടയാകേണ്ടതിനാണ്. ഹല്ലേലൂയ. ഈ പ്രക്രിയയിലൂടെ ആമേൻ അതെ
ഇന്ന് രാത്രി ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നവരുടെ പ്രത്യാശ പ്രതീക്ഷ വർദ്ധിക്കുകയും അവർ കൂടുതൽ ശക്തരായി മുന്നോട്ട് വരികയും ചെയ്യും. ഹല്ലേലൂയ. വിശ്വാസികളുടെ പ്രത്യാശ അത് ദൈവ വചനത്തെ അല്ലെങ്കിൽ ദൈവ സ്നേഹത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആ വചനം പറയുന്നത് പ്രത്യാശയ്ക്ക് എന്ത് ചെയ്യുന്നില്ല, ഭംഗ്യം വരുന്നില്ല. ആമേൻ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലാണ്. ആമേൻ. അതുകൊണ്ട് നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അബദ്ധർക്ക് വേണ്ടി എന്ത് ചെയ്തു, മരിച്ചു. ഹല്ലേലൂയ. നാം ബലമുള്ളവരായിരുന്നപ്പോഴല്ല, നാം നല്ലവരായിരുന്നപ്പോഴല്ല, ആമേൻ, നാം ഹല്ലേലൂയ മോശക്കാരായിരുന്നപ്പോൾ, നാം കുറവുള്ളവരായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി ക്രിസ്തു എന്ത് ചെയ്തു, മരിച്ചു. ഹല്ലേലൂയ. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷെ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാണ്. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ എന്ത് ചെയ്തു, പ്രദർശിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ, കഷ്ടപ്പാടി കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൊത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. ആമേൻ. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി ഈ പ്രത്യാശയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ മൗനമായിരിക്കാതെ കരമടിച്ച കർത്താവിന്റെ മകനോട് പ്രകൃതിയുടെ വികൃതി, പ്രകൃതി ക്ഷോഭത്തിൽ പ്രളയത്തിൽ അനേകര് ഭയപ്പെട്ട് തകർന്നിരിക്കുമ്പോ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രിയിലും നിനക്ക് പ്രത്യാശ നൽകുന്നതാ. ഹല്ലേലൂയ. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാ? ആമേൻ. പ്രത്യാശയോടെ മരിക്കുവാൻ കൃപ ലഭിച്ചവൻ ആരെങ്കിലും ഇന്ന് രാത്രി ലൈവിലുണ്ടെങ്കിൽ പ്രകൃതിയുടെ ശോഭത്തെ നിനക്ക് ഭയപ്പെടുവാനില്ല. വചനം പറയുന്നു, സമുദ്രങ്ങൾ ആമേൻ അതെ പ്രകൃതിയുടെ ശോഭത്താ. ഹല്ലേലൂയ. അതെ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിന്റെ കോപം കൊണ്ട് സമുദ്രം ഇരച്ചു കയറി വന്നാലും ആമേൻ നീ ഭയപ്പെടേണ്ടത്. കാരണം ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലകരത്തിൽ ഞാൻ നിന്നെ താങ്ങാം. മരണത്തിന്റെ ഭയമില്ലാത്തൊരു കൂട്ടരുണ്ടെങ്കിൽ ആ കൂട്ടര ദൈവമക്കൾ. ഹല്ലേലൂയ. അതെ, ഞാൻ ജീവിക്കുന്നതും ഞാൻ മരിക്കുന്നതും എനിക്ക് ലാഭം. ഹല്ലേലൂയ. ഞാൻ ജീവനോടിരുന്ന് എന്റെ കർത്താവിന് വേണ്ടി ആമേൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഞാൻ മരിച്ച ഈ കഷ്ടമുള്ള ഈ നഷ്ടമുള്ള ലോകത്ത് നിന്ന് എന്റെ കർത്താവിനോട് കൂടെ ഞാൻ എപ്പോഴും എന്റെ പ്രസംഗ വേളയിൽ ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ആമേൻ ഒരമ്മയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. ആമേൻ അതെ ഇളയ മകൾ ആമേൻ അമ്മയ്ക്ക് മുന്നമേ ജ്യേഷ്ഠയ്ക്ക് മുന്നമേ ഈ ലോകത്തിൽ നിന്ന് താൻ പ്രിയം വെച്ച കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. ആമേൻ ഇളയ മകളുടെ മരണം ആമേൻ അതെ അമ്മയുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തിയില്ല, ജ്യേഷ്ഠത്തിയുടെ പ്രത്യാശയ്ക്ക് എന്ത് ചെയ്തില്ല, ഭംഗം വരുത്തിയില്ല. കാരണം അവര് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച കുടുംബമായിരുന്നു. ആമേൻ നിങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ആകരുത്. നിങ്ങൾക്ക് മുന്നമേ പ്രിയം വെച്ച് ആ കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടവരെ കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് അത്യാകാശത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. അന്ന് നമുക്ക് മുന്നമേ ആമേൻ നിത്യതയിൽ ചേർക്കപ്പെട്ട പ്രിയം വെച്ച വ്യക്തികളെ നമുക്ക് കാണാമെന്നുള്ള പ്രത്യാശയുള്ളത് കൊണ്ട്
ആ അമ്മച്ചിക്ക് ആമേൻ സന്തോഷം. ആമേൻ. അതെ, ആ ജ്യേഷ്ഠത്തിക്ക് സന്തോഷം. കാരണം എന്റെ കുഞ്ഞനുജത്തി, എന്റെ മകൾ നിത്യതയിലുണ്ടല്ലോ. ഹല്ലേലൂയ. എന്നാൽ അമ്മച്ചിക്ക് ഒരു ക്ഷണം വന്നു. നാട്ടിലായിരിക്കുന്ന അമ്മച്ചി വിദേശത്തായിരിക്കുന്ന മൂത്ത മോളെ കാണുവാനായി കപ്പൽ മാർഗെ യാത്ര ചെയ്യുക. അങ്ങനെ കപ്പലിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ കപ്പൽ കടലിന്റെ ഏതാണ്ട് നടുക്കടലിൽ എത്തിയപ്പോൾ ആമേൻ, അതെ, കപ്പൽ ഡ്രൈവ് ചെയ്യുന്ന കപ്പിത്താൻ ഒരു അനൗൺസ്മെന്റ് കൊടുത്തു. കപ്പലിന്റെ അടിത്തട്ട് പൊട്ടി വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും കപ്പൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ആമേൻ. ഒരു കാരണവശാലും ആരും ബഹളം വെക്കരുത്, ആരും ആമേൻ വെപ്രാളപ്പെടരുത്. എന്നാൽ കപ്പലിലുള്ള അനൗൺസ്മെന്റ് കേട്ട് കപ്പലുള്ള എല്ലാവരും അരമുറയിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. എന്നാൽ ഈ അമ്മച്ചിയാകട്ടെ ആമേൻ ഈ നിലവിളിയുടെ നടുവിലും പ്രത്യാശയുടെ ഗീതങ്ങൾ പാടി. പറന്നു പോയിടും ഞാൻ ഈ മരുവിൽ നിന്നും സ്വർഗ്ഗനാട്ടിൽ വാഴുവാനായി പ്രത്യാശ വർദ്ധിക്കുന്ന പ്രാണനാഥനെ പ്രാപിച്ചിറ എനിക്കേകിയെങ്കിൽ പറന്നുപോയിടും ഞാനീ മരുവിൽ നിന്നും സ്വർഗ്ഗനാട്ടിൽ വാഴുവാനാ. ദുർഘടമേടുകൾ കയറുകിൽ തളരാതെ നിൻ കൃപയേകുക എൻ പിതാവേ. ദുർഘടമേടുകൾ കയറുകിൽ തളരാതെ നിൻ കൃപയേകുക എൻ പിതാവേ. അഗതിയ വിശ്വസ്തനായെന്നു വന്നാലും വിശ്വസ്തനായി പാർക്കുന്ന സ്നേഹബുദ്ധി. അഗതിയ വിശ്വസ്തനായെന്നു വന്നാലും വിശ്വസ്തനായി പാർക്കുന്ന സ്നേഹബുദ്ധി. അലമുറയിട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന ആമേൻ ആ കപ്പലിലുള്ള സകല ആളുകളും ശാന്തമായിരുന്നു പാടി സന്തോഷിക്കുന്ന ഈ അമ്മച്ചിയെ നോക്കി ചോദിച്ചു, അമ്മച്ചി കപ്പലിപ്പ തകരും, അമ്മച്ചി എന്താ നിലവിളിക്കാത്ത, അമ്മച്ചി എന്താ ഈ ഇത്ര വലിയ പ്രതികൂലത്തിലും ഇത്ര വലിയ പ്രതിസന്ധിയിലോ അതെ ജനം നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോ പാടിക്കൊണ്ടിരിക്കുന്നത്. അമ്മച്ചിയുടെ പാട്ട് തുടർന്നു. കഷ്ടതയാകുന്ന ശോധന എന്നേരെ അടിക്കടിയായി കവിഞ്ഞുയർന്നിടിലും കഷ്ടത സഹിച്ചവൻ തൻകരം നീട്ടിതാൻ എന്നെയാനുദിനം നടത്തിടുന്നു. കഷ്ടത സഹിച്ചവൻ തൻകരം നീട്ടിതാൻ എന്നെയാനുദിനം നടത്തിടുന്നു. പ്രത്യാശ വർദ്ധിക്കുന്ന പ്രാണനാഥനെ പ്രാപിച്ചിറങ്ങിൽ പറന്നു പോയിടും ഞാനീ മരുവിൽ നിന്നും സ്വർഗ്ഗനാട്ടിൽ വാഴുവാനായി. പറന്നു പോയിടും ഞാനീ മരുവിൽ നിന്നും സ്വർഗ്ഗനാട്ടിൽ വാഴുവാനായി. അമ്മച്ചി ചിരിച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞു, ആമേൻ, ഈ കപ്പൽ ഈ നടുകടലിൽ തകർന്ന് തരിപ്പണമാകാതെ അങ്ങേ കരയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്തെത്തിയ ജീവനോടിരിക്കുന്ന എന്റെ മൂത്ത മകളോട് കൂടെ ഞാൻ സന്തോഷിക്കും. അല്ല, ഞാൻ ഈ നടുകടലിൽ ഈ മുങ്ങി ഈ കപ്പൽ തീരുമ്പോ ഇവിടെ ഞാൻ തീരുകയാണെങ്കിൽ ഞാൻ പ്രത്യാശയോടെ കർത്തൃസന്നിധിയിൽ പ്രിയം വെച്ച് എന്റെ കുഞ്ഞു മകളായിരിക്കുന്നിടത്ത് ഞാൻ എത്തപ്പെടും. അവൻ ഇവിടെ ഞാൻ തീർന്നാൽ സന്തോഷം, ഞാൻ അക്കരെ എത്തിയാലും സന്തോഷം. ഇന്ന് രാത്രി സമാധാനത്തോടെ സന്തോഷത്തോടെ കിടന്നുറങ്ങുവാൻ ഉതകുന്ന പ്രത്യാശ നൽകുന്ന ജീവന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ആകാശം മാറിയ ഭൂമി മാറിയ
മാറാത്ത ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. തീർച്ചയായും ഇത് വളരെ ശക്തമായ ഒരു അടിത്തറയാണ്. അന്തിമ രക്ഷയുടെ നിശ്ചയമായ ഒരു തീമാണ്. ഹല്ലേലൂയ. ആമേൻ. പൗലോസിന്റെ വാദം ഇതാണ്. ഹല്ലേലൂയ. നാം അവന്റെ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ തന്റെ വലിയ സ്നേഹം ദൈവം നമുക്ക് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ഇപ്പോൾ നാം അവന്റെ ചങ്ങാതിമാരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതേ സ്നേഹം നമ്മെ അവസാനം വരെ നിലനിർത്തുകയില്ലയോ? ഹല്ലേലൂയ. ആമേൻ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനിൽ എത്ര അധികമായി രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ എന്ത് ചെയ്യുന്നു? പ്രത്യാശിക്കുകയും ചെയ്യുന്നു. പ്രത്യാശയുള്ളവർ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആമേൻ. അന്തിമ രക്ഷയെ കുറിച്ചുള്ള ആമേൻ പ്രത്യാശ ആമേൻ ദൈവം എന്ത് ചെയ്തു? വിശ്വാസികൾക്ക് ഹല്ലേലൂയ നൽകിയിരിക്കുകയാണ്. ദൈവം പ്രതീക്ഷിച്ച കാര്യങ്ങൾ ദൈവം നൽകുമെന്ന് വിശ്വാസികൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയങ്ങളിൽ ആമേൻ പകർന്ന് ആ ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള അറിവാണ് ഹല്ലേലൂയ ഈ അമ്മച്ചി ഇങ്ങനെ പാടി സന്തോഷിക്കുവാനിടയായിരുന്നത്. അമ്മച്ചി മാത്രമല്ല, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയാകട്ടെ, എബ്രയ ബാലന്മാരാകട്ടെ, ദാനിയേലാകട്ടെ, സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന അനുഗ്രഹീതരായ അഭിഷക്തന്മാരാകട്ടെ, ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്നവരാകട്ടെ, ഹല്ലേലൂയ, ഒരു വലിയ സമൃദ്ധിയിലേക്ക് ആമേൻ നമ്മെ കൈപിടിച്ചുയർത്തുവാൻ ദൈവശക്തരാ. ദൈവ സ്നേഹത്തെ കുറിച്ചുള്ള ഈ അറിവ് വിശ്വാസികളെ ആമേൻ കൂടുതലായി അവനെ അടുത്ത് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാതെ. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9, 10, 19 വാക്യങ്ങളിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ ഈ ലോകത്തിലെ ഒരു കഷ്ടതയ്ക്കോ ഒരു പട്ടിണിക്കോ ഒരു നഗ്നതയ്ക്കോ ഒരു ഉപദ്രവത്തിനോ കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ച് പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് ആമേൻ ദൈവ സ്നേഹം നൽകുകയും ദൈവത്തെയും അതെ പരസ്പരം സ്നേഹിക്കുവാനും ആമേൻ ഓരോരുത്തരെയും പ്രാപ്തരാക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. ദൈവം ആമേൻ നീതിമാനാകുന്നുവെന്ന് ആമേൻ കരുതുന്നവർക്ക് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകും. ഹല്ലേലൂയ. ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 3-ാം അധ്യായം ആമേൻ 1 മുതൽ 3 വരെയും 14-ാമത്തെ വാക്യത്തിലും ആമേൻ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ ഇങ്ങനെ സഭയിലായിരിക്കുന്നവരോട് ചോദിക്കുക, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മരിക്കതാരാ? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ? ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത് ഇത്ര എല്ലാം വെറുതെ അനുഭവിച്ചുവോ? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ ഇന്ന് പകൽ വിശ്വാസത്താൽ പ്രാപിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. ഒരു ദാസൻ തന്റെ യജമാനനേക്കാൾ വലിയവനല്ലെന്ന് ആമേൻ കർത്താവായ യേശു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 20-ാം വാക്യം. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിക്കും. അവൻ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേത് പ്രമാണിക്കും. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ക്രിസ്തു സഹിക്കേണ്ടി വന്നതിനേക്കാൾ ആമേൻ അധികം ആമേൻ ചിലത് ആമേൻ പ്രതീക്ഷിക്കുവാൻ ക്രിസ്തുവിന്റെ ദാസന്മാർക്ക് എന്തില്ല? അവകാശമില്ല.
ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ എന്ത് ചെയ്യണം? ആയുധമായി ധരിക്കണം. ഹല്ലേലൂയ. ദൈവജനത്തെ ഉപദ്രവിച്ചുകൊണ്ട് ലോകം ചിലപ്പോൾ വിദ്വേഷം കാണിക്കും. എന്നാൽ ലോകത്തിലെ ചില വ്യക്തികൾക്ക് ആമേൻ ക്രിസ്തുവിന്റെ സ്നേഹത്തെയോ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളെയോ ലഭിക്കാതിരിക്കുമ്പോ ആമേൻ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ തയ്യാറായപ്പോ ആ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച സ്തെഫാനോസ് നിമിത്തം ആമേൻ അവിടെ പൗലോസ് ആമേൻ അതെ ശൗലായിരുന്ന വ്യക്തി പൗലോസായി മാനസാന്തരപ്പെടുവാൻ ദൈവപ്രവൃത്തി വെളിപ്പെടുകയുണ്ടായി. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ ദൈവജനത്തെ ഉപദ്രവിച്ചുകൊണ്ട് ലോകം ആമേൻ അതെ വിദ്വേഷം കാണിച്ചപ്പോൾ ഹല്ലേലൂയ അവിടെ സഭ പീഡയിലൂടെ കടന്നുപോയി, കഷ്ടതയിലൂടെ കടന്നുപോയി. ആ സമയത്താണ് ആമേൻ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. അവസാനം വരെ വിശ്വസ്തയോടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ഹല്ലേലൂയ വലിയ വലുതാണ്. അത് സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ആമേൻ സ്തെഫാനോസിന് ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് അറിയാമോ? ആമേൻ ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വലുതാണ്. ആമേൻ സ്തെഫാനോസിന്റെ ആ മരണത്തിന് ശേഷം ആമേൻ സഭ ചിതറപ്പെട്ടു. ആമേൻ ഒരുമിച്ചിരുന്ന ശിഷ്യന്മാർ ആമേൻ വിവിധ ദിശകളിലേക്ക് രാജ്യങ്ങളിലേക്ക് എത്തപ്പെട്ടു. അവിടെയെല്ലാം സുവിശേഷത്തിന്റെ വക്താക്കൾ എഴുന്നേൽച്ചു. ഹല്ലേലൂയ. ഇതിനെല്ലാം കാരണം ആമേൻ ആകുവാൻ കൃപ ലഭിച്ചവർക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ജയിക്കുന്നവന് ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകുകയില്ല. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന് പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ ആമേൻ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രാരംഭമായി നാം വായിച്ച തിരുവെഴുത്ത് നാം ധ്യാനിക്കുമ്പോൾ എന്താണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്? ജ്ഞാനത്തിന്റെ ഹൃദയം നേടുക. ഹല്ലേലൂയ. അവന്റെ മക്കൾ എന്ന നിലയിൽ നാം നേരിടുന്ന വെല്ലുവിളികൾക്കും കഷ്ടങ്ങൾക്കും ആമേൻ ദൈവത്തിന് നല്ല ആമേൻ പ്രതിഫലം ഹല്ലേലൂയ നൽകുവാൻ കഴിയും എന്ന് പ്രത്യാശയോടെ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാണ്. ഹല്ലേലൂയ. നാണക്കേടില്ലാതെ ക്ഷമയും അതേ പരിചയ സമ്പന്നത അത് പ്രത്യാശയും ധൈര്യവുമുള്ളവരായി മാറുക. ആമേൻ. അതാണ് ആ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവമൈതലിനെ ദൈവം പഠിപ്പിച്ച് കൈപിടിച്ചുയർത്തുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വെല്ലുവിളികളുടെയോ കഷ്ടതയുടെയോ ആമേൻ അതേ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹം വർദ്ധിച്ചു വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ നിങ്ങളുടെ സന്തോഷകരമായ ആ മാനസിക അവസ്ഥയെ ഹല്ലേലൂയ ആമേൻ അതേ ശത്രുവിന്റെ മുമ്പിൽ അടിയറവ് വെച്ച് തകർന്നു പോകുവാൻ അനുവദിക്കാതെ ആമേൻ ദൈവമൈതലായ നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവ സ്നേഹത്തെ വർദ്ധിപ്പിച്ച് ഹല്ലേലൂയ വെല്ലുവിളികൾക്കിടയിലും ആമേൻ ദൈവത്തെ സ്തുതിക്കുവാനും ആമേൻ അവന് മഹത്വം കൊടുക്കുവാനും ഹല്ലേലൂയ സങ്കടത്തിലായാലും കയ്പിലായിരുന്നാലും ഹല്ലേലൂയ അതിനെ മാധുര്യമാക്കുവാൻ കഴിയുന്ന ആ ദൈവവുമായി അടുക്കത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിൽ പരിവർത്തിച്ചതുപോലെ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിലൂടെ ആമേൻ അതിന്റെ 4-ാം വാക്യത്തിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ഉപയോഗിച്ച് ദൈവം തന്റെ ജനത്തെ ശക്തീകരിച്ചത് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഇന്ന് രാത്രി അപ്രകാരം വിശ്വാസമുള്ളവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട് സങ്കീർത്തനക്കാരനെ പോലെ നാം ഈ ഭൂമിയിലായിരിക്കണം. ആമേൻ സങ്കടം എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിൽ കടന്നു വരാം. അതിനെ ലഘൂകരിക്കുവാൻ നിങ്ങൾ ലോകക്കാരോടല്ല ആവശ്യപ്പെടേണ്ടത്. അത് സൃഷ്ടാവാം ദൈവത്തോടാ. സൃഷ്ടാവാം ദൈവത്തോട് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സങ്കടങ്ങളെ ലഘൂകരിക്കുവാൻ യാചിക്കുന്നവരുടെ സങ്കടത്തെ ലഘൂകരിക്കുവാൻ തന്റെ ആത്മാവിനെ അയക്കും. ഹല്ലേലൂയ. എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങരുത്. ദൈവത്തിൽ പ്രത്യാശ വെക്കുക. അവനെന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട്
ആമേൻ ദൈവവചനങ്ങൾ കേൾക്കുക, ദൈവിക ആലോചനകൾ പ്രാപിക്കുക. ആമേൻ ആമേൻ അനുഗ്രഹീതമായ ആമേൻ അതെ പ്രസംഗങ്ങൾ അടങ്ങിയ നിരവധി വീഡിയോകൾ ആമേൻ ഓഡിയോകൾ നമുക്ക് അവൈലബിൾ ആണല്ലോ. ഹല്ലേലൂയ. സന്തോഷമുളവാക്കുന്ന കാര്യങ്ങളിൽ നാം ആമേൻ സമയം ചെലവഴിക്കുക. ദൈവിക സമാധാനം പ്രാപിക്കുവാൻ തയ്യാറാകുക. ഏറിയ സമയം ദൈവവചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും തയ്യാറാകുക. വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുക, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുക, മറ്റുള്ളവരുമായി ആത്മീയ കാര്യങ്ങളിൽ ആമേൻ സമയം ചെലവഴിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കും. ആമേൻ നിങ്ങളുടെ കഷ്ടതകളിൽ നിങ്ങൾ തകർന്നു പോകുവാൻ ഇടയാകാതെ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കും. ആമേൻ ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ അതെ എത്ര പേർ സമർപ്പിക്കും? കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ അതെ സ്നേഹനിധിയായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് തന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ തക്കോണം ഇടയായി തീർന്നല്ലോ. വിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളിയുടെയും പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധിയുടെയും നടുവിൽ തകർന്നു പോകാതെ കഷ്ടതയ്ക്കകത്ത് നിന്ന് ഉയർന്നു വരുവാൻ ചില കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് അനേകരെ ആശ്വസിപ്പിക്കുവാൻ ഉതകുന്ന ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ഞങ്ങളുടെ കഷ്ടതയിൽ പങ്കാളിത്തം വഹിച്ച് ഞങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരുവാൻ അങ്ങ് ശക്തനാകുന്നുവെന്നുള്ള ദൈവിക വചനം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നതാണല്ലോ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണല്ലോ, ഞങ്ങളുടെ സന്തോഷത്തെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നതാണല്ലോ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ സൃഷ്ടിക്കുവാൻ ഉൾനട്ട ജീവന്റെ വചനം ഇന്ന് രാത്രി ആമേൻ അതേ സമാധാനമില്ലാത്തവർക്ക് സമാധാനവും സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യവും തലമുറകളില്ലാത്തവർക്ക് തലമുറ, ജീവിത പങ്കാളികളില്ലാത്തവർക്ക് ജീവിത പങ്കാളികൾ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ശൂന്യതകളെ പണിയുവാൻ ശക്തനായ ദൈവമേ, ഇന്ന് രാത്രി വചനം കേട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയങ്ങളിലും അവിടുത്തെ ആത്മാവിനെ പകരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആവശ്യമായ ഉയരത്തിലെ കൃപ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുമായി കൂട്ടായ്മ ആചരിക്കുവാൻ, അങ്ങയുടെ നാമവുമായി അനേക ഇടങ്ങളിലേക്ക് കടന്നു പോകുവാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. വെല്ലുവിളിയുടെ മുൻപിൽ എബ്രായബാലന്മാരെ പോലെ വിശ്വാസത്തിൽ ചുവടുവെച്ച് മുന്നേറുവാൻ കർത്താവ് എല്ലാവർക്കും കൃപ കൊടുക്കും. നാമത്തിൽ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിക്കുന്ന യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാദിക്കുന്നു കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ ആമേൻ. രാത്രി വചനം കേട്ട പ്രിയ ശ്രോതാവേ, താമസിയാതെ നിങ്ങളുടെ വെല്ലുവിളികൾ ആമേൻ നിങ്ങളുടേതാകുന്ന കഷ്ടപ്പാടുകൾ അതിന്റെ നടുവിൽ പ്രത്യാശയുള്ളവരായി കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രതിഫലത്തിനും സ്ഥാനക്കയറ്റത്തിനും വഴിയൊരുക്കുവാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുത്താൽ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ 9744763489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്കിലൂടെ പങ്കാളിത്തം വഹിക്കുന്ന കൈത്താങ്ങലാകുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ഷിജു ജോസ് ശുഭരാമ.